வணக்கம் மக்களே! வெல்கம் டூ த சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபா ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. இன்னைக்கு நம்ம என்ன படம் பார்க்க போறோம் அப்டின்னா, நம்ம லாலேட்டனோட சித்திரம்ங்கிற ஒரு மூவி. இது வந்து 1988ல வந்த படம். நல்ல லெஜெண்டரியான மூவின்னு தான் கேள்விப்பட்டுருக்கோம். நம்ம பிரியதர்ஷன் அவரோட டைரக்ட் பண்ணது. இதுல வந்து நம்ம ஸ்ரீனிவாசன் அவரும் இருக்காரு. அப்புறம் ஹீரோயின் வந்து ரஜினிங்கிறவங்க இருக்காங்க. நான் ஆக்சுவலி இப்ப தான் ஃபர்ஸ்ட் டைம் பார்க்க போறேன். ஸோ பயங்கர எக்ஸைட்டட். இது என்ன ஜானர்ன்னு தெரியுமாக்கா? காமெடின்னு நெனைக்கிறேன். பிரியதர்ஷன் வேற. ஆமா எக்ஸ்பெக்ட் பண்ணலாம். ஆக்சுவலி நம்ம வந்து பேக் டூ பேக் திலீபேட்டன் மூவி 2, 3 மூவி பார்த்துட்டோமா? என்ன எல்லாம் திலீபேட்டன் மூவிய பார்க்குறீங்க அப்டின்னாங்க. அது ரொம்ப நாளா லிஸ்ட்ல இருந்தது. சப்டைட்டில்ஸ் இல்லாம இருந்துச்சு. ஸோ அதனால அது பண்ணோம். இதுக்குமே சப்டைட்டில்ஸ் ரொம்ப நாளா தேடிட்டு இருந்தோம். இன்னைக்கு தான் கிடைச்சது. ஸோ லக்கிலி இன்னைக்கு நம்ம இத பார்க்க போறோம். படத்த முடிச்சுட்டு டிஸ்கஷன் வச்சுக்கலாம். போயிடலாமாக்கா? எஸ் போயிடலாம். ஓகே. இத்தனை கிளாக்கா எல்லா டிசைன்லயும் இருக்குப்பா. லாலேட்டா இது தெரியலையே. அப்படிதான் இருக்கு. இல்ல. ஓ அப்பா வேலைக்கு போறதுக்காக வச்சிருக்காரோ? தெரியலையே. You are out, uncle. ഓ ഇതെല്ലാം കൂടെ പെറുക്കി അവർ തോട്ടി കളയും. എന്റെ മോളെ വയസ്സുകാലത്തേക്ക് മനുഷ്യനെ സമാധാനമായിട്ട് ഉറങ്ങാൻ വിട്ടൂടെ? ആരെ പറഞ്ഞത് വയസ്സായെന്ന്? യു ആർ സ്റ്റിൽ യങ്. അങ്കിളുടെ ചെറുപ്പവും ചുറുചുറുക്കും നഷ്ടപ്പെടാതിരിക്കാനല്ലേ ഞാൻ ഈ രാത്രി മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന് ഇതെല്ലാം അലാറം കൊടുത്തു വെച്ച് കൊച്ചു എളുപ്പാങ്കാലത്തെ കുത്തിപ്പൊക്കി എണീപ്പിച്ച് മുഖം കഴിച്ച് പല്ല് തേപ്പിച്ച് ട്രാക്ക് സൂട്ടും ക്യാൻവാസും ഒക്കെ ഇടിപ്പിച്ച് കാലത്തെ ഓടാനും എക്സസൈസ് ചെയ്യാനൊക്കെ കൊണ്ടുപോകുന്നത്. മനുഷ്യൻ இந்த பாடுபடுத்துறாங்களே. നാണില്ലല്ലോ ട്രാക്ക് സൂട്ട് ഇട്ടോണ്ട് ഉറങ്ങാൻ. എണീറ്റ് നിന്നേ. അയ്യോ. മണി 6 ഈ ഡാഡി എന്താ വിളിക്കാത്തെ? അങ്ങേര് ഭാഗ്യവാൻ. അമേരിക്കയിൽ ഇപ്പൊ സമയം എന്താണെന്നറിയോ? അർദ്ധരാത്രി. 2 സ്മാളും വിട്ട് കാല് നീട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. എന്തായാലും കറക്റ്റ് 6 മണിയാവുമ്പോ ദിവസം വിളിക്കുന്നത് കണ്ടിട്ടില്ലേ? പൊന്നുമോക്ക് സുഖാണോ? പൊന്നുമോക്ക് എന്താ വേണ്ടേ ചോദിക്കണ കേട്ടിട്ടില്ലേ? இங்க 6 മണി அங்க எப்படி ഇവിടെ midnight? പൊന്നുമോളുടെ ഭരണം കൊണ്ട് അനുഭവിക്കുന്നത് ഈ ഗതികെട്ടവനാണല്ലോ. ஈவினிங் தானங்க. മോള് മടിയൻ. 6 മണിனா ഉറക്കം அவங்களுக்கு തൂങ്ങി. ஒரு 10-11 மணி இருக்கும். ഒന്നുകിൽ ഓടാം അല്ലെ കിടന്നുറങ്ങാം. അല്ലാണ്ട് നോക്കൂത്തിയെ പോലെ കോപ്പറായിട്ട് വേഷമൊക്കെ ഇട്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. പട്ടിയായാലും എന്ത് ജനിച്ച സമയം കൊള്ളാം. ഉറങ്ങടാ ഉറങ്ങ വായിട്ട്. ഓ വന്നിട്ട് വായിക്കാം. ആ ഹലോ യെസ് അതെ ഡാഡിയുടെ കല്യാണിക്കുട്ടി എന്തെല്ലാം ഉണ്ടെന്നോ? ഡാഡിയുടെ ആത്മസുഹൃത്തെ ഡാഡി എന്നെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നില്ലേ? എന്റെ ഉറക്കം തൂങ്ങി അങ്കിൾ. അദ്ദേഹത്തിന്റെ തടിയൊന്ന് കുറപ്പിക്കാനുള്ള ശ്രമത്തിലാ ഞാൻ. சித்திரம்னா வந்து ஆர்ட்டா? பெயிண்டிங். தமிழ்ல சித்திரம்னா பெயிண்டிங். ஆர்றது? ஓ ஒரு கம்யூனிட்டியே இருக்குடா. 14 15 എന്നെ பாஷ் നിർത്തിയത്? கம்யூனிட்டி. 15 അല്ല 10 ആയുള്ളൂ. ബാക്കി 5 നാളെ ചെയ്യാം. വേണ്ട ഇപ്പൊ തന്നെ ചെയ്യണം. പിത്ത മുഴുവൻ ഇളകട്ടെ. ശരി ഏതായാലും 1 മാസം കൂടെ തന്നെ അത് കഴിഞ്ഞാലോ? പോവല്ലേ നീ? ഞാനെങ്ങോട്ടും പോവില്ല. ആരാ പറഞ്ഞത് പോവുന്ന്? നിന്റെ തന്ത എന്ത് പറഞ്ഞു? അങ്ങേര് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നിന്നെയും കൂട്ടി മംഗല്യപ്പുഴയ്ക്ക് പോണൂന്ന്. മംഗല്യപ്പുഴേ? നിന്റെ അച്ഛന്റെ നാട് ആ ഓണം കേറാമൂല. അപ്പൊ എന്റെ ജോലി? കോടീശ്വരൻ രാമേന്ദ്രമേനോന്റെ പുന്നാര മോള് കല്യാണിക്കുട്ടിക്ക് എന്തിനാ ജോലി? മക്കളും മരുമക്കളും തള്ളയും പിള്ളയും ഒന്നും ഇല്ലാത്ത ലക്ഷപ്രഭു അഡ്വക്കേറ്റ് പുരുഷോത്തമ കൈമൾ എന്തിനാ അല്ലറ ചില്ലറ കേസുമായിട്ട് ഇപ്പോഴും കോടതി കയറി ഇറങ്ങുന്നത്? എന്ന് പറഞ്ഞാൽ എനിക്ക് സമയം പോണ്ട്. അതുപോലെ തന്നെ എനിക്കും സ്വന്തമായിട്ട് 10 കാശ് ഉണ്ടാക്കുന്ന സുഖം ഡാഡിയുടെ കാശ് ചെലവാക്കിയാ കിട്ടില്ല. ஏன்னா இப்படி தப்பு தப்பா നീ பேசுறாங்க? എന്തൊക്കെ പറഞ്ഞാലും നിന്നെ നിന്റെ താടി മംഗല്യപ്പുഴയ്ക്ക് കൊണ്ടുപോകും. അവിടുത്തെ ആദിവാസികൾ തമ്പുരാനല്ലയോ അങ്ങേര്? എന്നിട്ട് ദേ ഏതെങ്കിലും ഒരു ആദിവാസി കോന്തനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ച് കോന്തൻ. അവിടെ തമ്പടിപ്പിക്കും. എന്നെ ഈ ദ്രോഹിക്കുന്നതിന് ശിക്ഷയാണ്. ഞാൻ പോവില്ല. എന്താ പോയാല്? എന്ത് ചെയ്യാനാ അവിടെ പോയിട്ട്? എന്താ അവിടെ ഉള്ളത്? അവിടെയോ? അവിടെ മംഗലം കാവുണ്ട്, മഞ്ചാടി കാടുണ്ട്, ஓ മംഗല്യ ദേവിയുണ്ട്, മംഗല്യ പുഴയുണ്ട്, പിന്നെ പിന്നെ എന്റെ അമ്മാവ മാമ്പരത്തെ ഭാസ്കരൻ നമ്പ്യാരും ഉണ്ട്. ഓ തമ്പുരാനുക്ക് വണക്കം ചൊല്ലുங்க. என்னையா தம்புரானுக்கு வணக்கம் சொல்லப்பா. எத்தனை வாட்டி சொல்றது? எத்தனை வாட்டி சொல்றதா? தமிழ்ல சொல்றாரு. இதான் தம்புரானா தம்புரானா அங்க கிங்கா? ஜமீன் மாதிரி நினைக்கிறேன். ஜமீன் கிங்கு. ஸ்ரீனிவாசன் தான் அவரு. ஒன்னு என்ன பிடிச்சு எழுப்பிக்கடா. ஆமா செம்ம எங்க இருக்காரு இவரு? 88ல 12, 26னா 28, ഞാൻ നിന്നോട് 38. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മാമ്മയുടെ ഈ വടിയും കുന്തവും കൊണ്ട് നടക്കരുതെന്ന്. അല്ലേലും നീ വേണ്ടാത്തൊക്കെ ചെയ്യുള്ളൂ. അമ്മാമ്മയുടെ ഈ മുണ്ടും ചുബിട്ടോണ്ട് നടക്കുന്നതേ അങ്ങേരെങ്ങാനും അറിഞ്ഞാൽ. അമേരിക്കയിൽ ഇരിക്കുന്ന അമ്മാമ എങ്ങനെ അറിയാനാ?
എന്തിന് കല്യാണി അറിഞ്ഞാലും പോരെ പുകിലിന്? ആരും അറിയില്ല. അമ്മയായിട്ട് ആരെ അറിയിക്കാതിരുന്നാ മതി. ഈ വേഷത്തിന്റെ ഒക്കെ പുറത്താണ് ഈ വിവരം കെട്ട ജാതികള് എനിക്ക് അല്പം വില തരുന്നത്. അമ്മയായിട്ട് അത് ഇല്ലാതാക്കല്ലേ. അമ്മേ ദേ അവര് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരായി. ആരാ? ആ ദല്ലാളി കൃഷ്ണൻകുട്ടി നായര് മാങ്ങാട്ട് കാരണവരും ഉണ്ട്. പാലയത്ത് ആലോചിക്കാൻ വന്നവരെ തടുത്തു പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. നീ ഇതങ്ങ് ഉറപ്പിക്കണം. ചേട്ട അനിയന്മാരെ രണ്ടുപേരുണ്ട്. നമുക്കിത് ഒരുമിച്ച് അങ്ങ് നടത്താം. ഈ அந்த காலத்துல double marriage பண்றாங்களா? കേട്ടാ? നമസ്കാരം. ഭാസ്കരൻ നമ്പിയായിരുന്നു കേട്ടപ്പോ ഇത്ര ചെറുപ്പമാവുന്നു ഊഹിച്ചില്ല. ഇരിക്കൂ. കുട്ടികളെയൊക്കെ കണ്ടു ബോധ്യായി. നമ്മ പണ്ണ പാത്ത എല്ലാവർക്കും പിടിക്കും. എന്നാ പെരിയ അല്ല ഇനിയിപ്പോ നിശ്ചയം നടത്തിക്കളയാം. അതെ, എങ്കിലും കാര്യങ്ങളൊക്കെ നമ്പ്യാരൂട്ടിയായിട്ടൊന്ന് നേരിട്ട് പറയണമല്ലോ. എന്തു കൊടുക്കാം, എന്തുണ്ട്? കൊടുക്കാൻ എന്താ? ഈ ഉള്ളതെല്ലാം ഞങ്ങളുടെയാണ്. മാമ്പുറത്തുകാരാണ് ഈ നാട്ടിലെ തമ്പുരാക്കന്മാർ എന്നറിയാലോ. ഇവിടുത്തെ കുറുമ്പന്മാരും കാടും വരെ ഞങ്ങളുടെ അധികാരത്തിലാണ്. കേട്ടിട്ടുണ്ട്. കബഡി വാരി വെച്ച് പണിക്കന്മാര് മുഴുവനും പറയും മാമ്പുറത്തെ മച്ചിൽ ഭഗവതിരിക്കുന്നിടത്തോളം കാലം ഐശ്വര്യത്തിനും മറ്റൊന്നും വേണ്ടെന്ന്. പിന്നെ ഞങ്ങള് പണ്ടേ സ്ഥാനികളാ. സാമൂതിരി കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാല് ഇവിടുത്തെ തമ്പുരാൻ, അതായത് ഇപ്പൊ ഞാൻ ചെന്നാലേ ദഹിപ്പിക്കൂ. ഇപ്പോഴത്തെ തമ്പുരാൻ അമേരിക്കയിലാണെന്ന്. എന്റെ അമ്മാമ രാമചന്ദ്ര മേനോൻ, അദ്ദേഹം ഇനി ഇങ്ങോട്ട് വരില്ല. അതെന്താ? അത് ഏട്ടനും ഏട്ടത്തിയും മോളും ഒരു മെയ്യായിട്ട് കഴിഞ്ഞതാണ്. അമേരിക്കയിലെ തടിക്കച്ചവടമൊക്കെ മതിയാക്കി ഇങ്ങോട്ട് വരാൻ പുറപ്പെട്ടതാ. അവിടെ വെച്ച് ഏട്ടത്തി മരിച്ചു. അവിടെ തന്നെ അടക്കവും നടത്തേണ്ടി വന്നു. ഏട്ടൻ മരിക്കുമ്പോ ഏട്ടത്തിയുടെ അടുത്ത് തന്നെ അടക്കണമെന്ന് മോഹം കൊണ്ടാ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് തീരുമാനിച്ചത്. ഓഹോ, சூப்பர். അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങൾ ഇറങ്ങുന്നു. ஆனா அவர் வரப்போறாரு அடுத்த வாரம் கரெக்டா? ഗോവിന്ദ രവി സാറിന്റെ ടേബിളിൽ കൊടുത്തേക്ക്. ശരി സാർ. லாலேட்டன் இன்டர்வியூ தான் வெயிட்டிங் நான். ഓ ஓ இவங்க டேட் பண்றாங்களா அவரா? അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാതിരുന്ന എങ്ങനെയാ? പറയണോന്ന് ഞാൻ പലപ്പോഴും തീരുമാനിച്ചതാ. ധൈര്യം കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാ പറ്റുമോ? എനിക്കിനി നീട്ടിക്കൊണ്ടുപോകാൻ വയ്യ. എന്നെ വീട്ടിൽ അമ്മ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. പറ്റിയ നാളെ തന്നെ നടത്തണമെന്ന് അമ്മ പറയുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കും ഈ കല്യാണം നിർത്തി പഴയ കഥകളിലെ പോലെ സ്വയംവരം ആക്കിയിരുന്നെങ്കിലെന്ന്. ഒരു പൂമാലയുമായി വന്ന് രവിയുടെ കഴുത്തിലങ്ങിട്ടാല് കാര്യം കഴിഞ്ഞേനെ. കളി പറയേണ്ട നേരമല്ലത്. എനിക്കിനി ഒഴിവൊഴിവ് പറയാൻ പറ്റൂല. അങ്ങനെ വഴിക്ക് വാ. ഞാൻ എല്ലാം വിശദമായിട്ട് അവളോട് സംസാരിച്ചോളാം. അവളിങ്ങോട്ട് വന്നോട്ടെ. അണ്ണൻ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വിളിക്ക്. ഓക്കെ ഓക്കെ. അയ്യോ ഡാഡി ആയിരുന്നു. സാരമില്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കും. എനിവേ ഐ ഹാവ് ഗോട്ട് എ ഹാപ്പി ന്യൂസ് ഫോർ യു. നിന്റെ ഡാഡി നിന്നെ ആദിവാസി കൊണ്ട് കെട്ടിക്കുന്നില്ല. പകരം ഒരു അമേരിക്കക്കാരൻ കോന്തനെ കണ്ടുവച്ചിട്ടുണ്ട്. ആരാ? ബുഷ് എന്ന് മറ്റുമാണ് പേര്. ജോലി അമേരിക്കയിലെ പുതിയ പ്രസിഡന്റ് ആണ് പോലും. ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. ഞാൻ കൂടുതൽ കിന്നരിക്കാനൊന്നും പോയില്ല. മോളുടെ കല്യാണം നിശ്ചയിച്ചെന്നും പറഞ്ഞുള്ള വെയിറ്റ് കണ്ടപ്പോ അങ്ങേര് അമേരിക്ക വിലക്ക് മേടിച്ചെന്ന് തോന്നുന്നു. നിന്നെ ഉടനെ അങ്ങോട്ട് അയക്കണം പറഞ്ഞിരിക്കുക. ആ പാസ്പോർട്ടിങ് എടുത്തു. കാലത്തിന് തുടങ്ങിയേക്കാം ഫോർമാലിറ്റീസ് ഒക്കെ. ഞാൻ എങ്ങും പോണില്ല. കളിക്കല്ലേ കൊച്ചേ, അവിടെ സദ്യയും പന്തലും വരെ ഒരുക്കി കഴിഞ്ഞു. എന്നോട് ചോദിച്ചിട്ടല്ലോ. ഞാൻ എങ്ങും പോണില്ല. നിക്കേ മോളെ, നിനക്ക് ഇവിടെ വിട്ടു പോകാനുള്ള വിഷമം എനിക്കറിയാം. സത്യം പറഞ്ഞാൽ നിന്നെ അയക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അങ്കിളിന് വേറെ ആരും ഇല്ലല്ലോ എന്നോർത്തത്. എന്റെ കൂട്ടും കുടുംബവും ഒക്കെ നീയല്ലേ. പക്ഷെ എന്തായാലും പോയല്ലേ പറ്റൂ. എന്നെക്കാളേറെ നിന്റെ മേൽ അധികാരവും അവകാശമൊക്കെ അച്ഛനല്ലേ കൂടുതലുള്ളത്. നിന്റെ അമ്മ ഉണ്ടായിരുന്നപ്പോ പുള്ളിക്കാരൻ ലോണിലെ സർജറി ഇല്ല. ഇപ്പൊ ഒറ്റയ്ക്കായപ്പോ മോള് കൂടെ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണോ? എനിക്കും ഉണ്ടാവില്ലേ ചില മോഹങ്ങളൊക്കെ. കുട്ടി എന്തായി പറയുന്നേ? എന്ത് മോഹങ്ങളൊക്കെ? പറയാൻ വൈകിയതിൽ ക്ഷമിക്കണം. എനിക്കൊരാളെ ഇഷ്ടമാണ്. I love someone. I want to marry him. ആഹാ 3 തവണ ഷോട്ട് വെച്ചിട്ടാണ്. പക്ഷെ അണ്ണ ഞാൻ പറയുന്നത് കേക്കേ. ഹലോ കട്ടി. ഡാഡിയാണ് നിന്നെ അറിയിക്കാൻ പറഞ്ഞത്. അറിയിക്കേണ്ട കടമയുള്ളതുകൊണ്ട് ഞാൻ പറയാണ്. എന്റെ മോള് ജനിച്ച ദിവസം മുതൽ അവൾ ആവശ്യപ്പെട്ടതൊന്നും ഞാൻ കൊടുക്കാതിരുന്നിട്ടില്ല. ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ എന്റെ മോളോട് ആവശ്യപ്പെടുകയാണ്. இந்த டயலாக்ல என்னால അത് அண்டர்ஸ்டாண்ட் സാധിച്ചു തരാൻ അവൾക്ക് മനസ്സില്ലെങ്കിൽ புரிஞ்சுக்கல. എന്റെ ഭാര്യയോടൊപ്പം എന്റെ മോളും മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. യുഎസ്ல இருக்க ஒரு டாடி இப்படி അപ്പൊ நினைக்கிறாரு. അമ്മാമ ഇനി അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല എന്നാണോ പറയുന്നത്? വരുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങയുടെ സ്വത്തിലും പണത്തിലും ഒന്നും മകൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുക. പിടിവാശി അങ്ങയുടെ കൂടപ്പറപ്പാണല്ലോ. അപ്പൊ എല്ലാ സ്വത്തും എനിക്ക്, അല്ല എല്ലാ സ്വത്തും ഞാൻ നോക്കണം എന്നാണോ? இதுவே എന്താണ് ഇത്ര ചിരിക്കാൻ? ചിരിച്ചു.
അങ്ങനെ ഓരോന്നോർത്ത് എങ്ങനെയാ ചിരിക്കാതിരിക്കുക. ഏതായാലും ഞാൻ കല്യാണിയെ വിളിച്ച് ഒന്ന് ഉപദേശിച്ചു കളയാം. അച്ഛനും മകളും തമ്മിൽ തെറ്റാൻ പാടില്ലല്ലോ. ഓക്കെ, കാണാം. ഇവരൊന്ന് ചിത്തപ്പ കണക്ക് വരാറ് പോലെ. ഒന്ന് തമ്മിൽ കാണാം എന്ന് കരുതി മാത്രം വന്നതാണ്. നല്ല അസല് പയ്യൻ, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ച. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വിവാഹ കാര്യങ്ങളിൽ തന്തയും തള്ളയും ഇടപെടുന്നതിനോട് എനിക്ക് യാതൊരു അഭിപ്രായവും ഇല്ല. നീ ആരുടെ കൂടെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അതിൽ അമ്മാമയ്ക്ക് ഒരു ഇഞ്ച് പോലും കൈകടത്താൻ അവകാശമില്ല. അമ്മാമയുടെ പണത്തിന് നിന്റെ സ്നേഹം വിലക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് നീ തെളിയിക്കണം. ഇക്കാര്യത്തിൽ എന്റെ പരിപൂർണ പിന്തുണ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. பிந்துனா இவங்க நல்லா இருக்காங்க. ஏய் இவரு இந்த பொட்டு வச்சிருப்பாரு. വെറുതെ മരം വെട്ടിക്കോന്ന് പറഞ്ഞിട്ട് വെട്ടാൻ ചെല്ലുമ്പോ ഈ ജാതി കാട്ടുപന്നികൾ എന്നെ വെട്ടാൻ വരരുത്. മുരുക പറഞ്ഞു കൊടുക്കടാ. தம்பரான் தான் இனிமே நம்ம தம்பரான். நீங்க காட்டுக்குள்ள என்ன பண்ணாலும் எங்க மூப்பன் கேட்க மாட்டான். അപ്പൊ ഞാൻ അടുത്ത ആഴ്ച വെട്ടുകാരെ ഇറക്കാം. ധൈര്യമായിട്ട് ഇറക്കണം. ഞാൻ വെട്ടും. വെട്ടണം. ഇതാ പിടിച്ചോ. ഓമ്പ്ര എനക്ക് പളനി പോയി മുടി മുറിക്കുന്നത് കാസ്. பழனி போய் ചെവിയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനെന്താ പറയേണ്ടത്? അല്ല, നിങ്ങൾ തന്നെ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അത് നടത്തിത്തരേണ്ട ചുമതല മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ആരെയും ബോധിപ്പിക്കാനില്ലാത്തതുകൊണ്ട് ഒരു രജിസ്റ്റർ മാരേജിന്റെ ആവശ്യമേ ഉള്ളെന്ന് തോന്നുന്നു. നാളെ ഒരു നല്ല മുഹൂർത്തമുണ്ട്. 10നും 10:30 ഇടയ്ക്ക് രജിസ്റ്റർ ഓഫീസിൽ ഞങ്ങൾ എത്തിക്കോളാം. രവി അവിടെ വന്നാ മതി. ஓ பணத்துக்காக லவ் பண்ணியிருக்கான் போலப்பா. ഞാൻ എത്തിക്കോളാം. இருக்கலாம் இருக்கலாம். அவன் ரியாக்ஷன்ல ஆஹா, ராஜாராணிக்கே முன்னாடியா? மெட்ராஸ்ல வந்திருக்காங்க. മുഹൂർത്തം മുടിഞ്ഞു പോச்சு, ഇന്നും ആളെ കാണുമേ. മുഹൂർത്തം മുടിച്ചാലും പറവായില്ലേ, இந்த ചടങ്ങ് നടന്നാ പോതും. വഴിയിലെങ്ങാനും വഴി എന്താന്ന് ஏண்டா ப்ராபபிலி this is ra யாருங்க புருஷோத்தம் கைமல்? ഞാൻ എന്താ രവീന്ദ്രൻ സാറ് ഉങ്ക കയ്യില കൊടുക്ക சொன்னாங்க. സ്വത്തും പണമൊന്നും ഇല്ലാത്ത ഒരു അനാഥ പെണ്ണെ എനിക്ക് ആവശ്യമില്ല. സോറി. ராஜாராணி. ஏய் മോളെ, நியூ இட். நல்லது தானே, இப்பவே கண்டுபிடிச்சிட்டாங்க. அதான் இந்த கால ஃபிலிம்ல எடுத்திருக்காங்கப்பா. அந்த ஃபிலிம் கிரெயின்ல வருது. நீ சர்டிபிகேட் ஓபன் பண்ணும்போதே பாத்தியா எவ்வளவு மீட்டர்ஸ்னு போட்டிருந்தாங்க? എന്താ അത്? നിന്റെ ഡാഡി വരുന്നു. അവസാനം തീരുമാനിച്ചു, ഞാൻ വരുന്നു. എന്റെ വികാരങ്ങളെ മാറ്റിയെടുത്ത് ആലോചിച്ചപ്പോൾ എന്റെ മകൾ ചെയ്തത് ശരിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഓ നോ, എനിക്കാണ് തെറ്റുപറ്റിയത്. അവളെ വേദനിപ്പിച്ചതിന് എനിക്ക് മാപ്പ് ചോദിക്കണം. 2 ആഴ്ചത്തെ ഒരു ഒഴിവുകാലം, മൈ ലാസ്റ്റ് ഹോളിഡേ ഇൻ മൈ ലൈഫ്. എന്റെ മകളും അവൾ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച മരുമകനും ഒപ്പം എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ 14 ദിവസങ്ങൾക്ക് വേണ്ടി ഞാൻ വരുന്നു അടുത്ത ഞായറാഴ്ച. இப்ப அவங்களுக்கு பாய் ஃப்ரெண்ட் என்ன? எங்கே போறது பாய் ஃப்ரெண்டுக்கு? രജിസ്റ്റേഡ് കത്ത് കണ്ടപ്പോ ഞാനങ്ങ് വിയർത്തുപോയി. ഒരു സിവിയർ അറ്റാക്ക് കഴിഞ്ഞതല്ലേ പുള്ളിക്കാരന്. ഏതായാലും ആള് എത്തുന്നുണ്ടല്ലോ, ഭാഗ്യം. എന്താ അങ്കിൾ ഈ പറയുന്നത്? എന്നോട് മാപ്പ് ചോദിക്കാൻ ഡാഡി വരുമ്പോ ഞാൻ എന്ത് പറയും? തിരിച്ച് അങ്ങോട്ടൊരു മാപ്പങ്ങ് പറഞ്ഞേക്കണം. ഡാഡി അത് എടുക്കുന്നാണോ കരുതുന്നത്? ചിലപ്പോ ഒരു ഡിപ്രഷനും ഷോക്കും ഒക്കെ ഉണ്ടായെന്ന് വരും. ചിലപ്പോ അതോടെ ആള് തട്ടിപ്പോയി. அட பாவி மாமு. You are cruel. I can't face him. I would rather commit suicide. കല്യാണി, முடியெல்லாம் வெட்டிட்டாங்க போல இருக்கு டென்ஷன்ல. എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് ഡാഡിയെ ഫേസ് ചെയ്യാൻ വയ്യ. നിന്റെ പ്രോബ്ലംസ് എനിക്ക് മനസ്സിലാവും. മകൾ അച്ഛന് വേണ്ടി കണ്ടുപിടിച്ച മരുമകനെ കാണാൻ ആർത്തിയോടെ ഓടി വരുന്ന ഡാഡിയോട് നീ എന്തു പറയും? അവസാനത്തെ ഒഴിവുകാലം നിങ്ങളോടൊത്ത് കഴിയാൻ വരുന്ന അണ്ണന് ഈ ഷോക്ക് സഹിക്കാനുള്ള ശക്തി ഉണ്ടാവുമോ? മോളെ, ഈ 14 ദിവസത്തെ സന്തോഷം മാത്രമാണ് ജീവിതത്തിൽ നിനക്ക് നിന്റെ അച്ഛന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. എന്റെ ഡാഡി മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ, അഭിനയിക്കുക. ഭർത്താവായിട്ട് കൂടെ അഭിനയിക്കാൻ ഒരാളെ ஓ കണ്ടുപിടിക്കുക. மை காட். സ്റ്റുപ്പിഡിറ്റിയാണ് ഈ പറയുന്നത്. അപ്പൊ നീ കാണിച്ചൊന്ന് സ്റ്റുപ്പിഡിറ്റി അല്ലേ? അണ്ണൻ ഇവിടുന്ന് സന്തോഷമായിട്ട് തിരിച്ചു പോകേണ്ടത് നിന്നേക്കാൾ കൂടുതൽ എന്റെ ആവശ്യമാണ്. ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞവരാ ഞങ്ങള്. ഒരുപാട് കടപ്പാടുകൾ എനിക്ക് ആ മനുഷ്യനോടുണ്ട്. നിനക്ക് ഈ ഗതികേട് വന്നതിന്റെ ഉത്തരവാദി ഞാനല്ലേന്ന് നിന്റെ ഡാഡി എന്നോട് ചോദിച്ചാൽ പോലും എനിക്ക് ഉത്തരവില്ല. കാരണം നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അങ്ങനെ പോയത് നിനക്കറിയാലോ. നിന്റെ അച്ഛൻ വളരെ സെൻസിറ്റീവും സെന്റിമെന്റലുമാണ്. അമേരിക്കയിൽ കിടന്ന് തന്നെ മരിക്കണം, ഭാര്യയുടെ ശവകുടീരത്തിനടുത്ത് തന്നെ അടക്കം ചെയ്യപ്പെടണം എന്നൊക്കെ സ്വപ്നം കണ്ടോണ്ടല്ലേ അണ്ണൻ അവിടെ തന്നെ കൂടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാധുവിനെ നമ്മൾ വേദനിപ്പിക്കണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ എല്ലാം മംഗളമായി നടക്കുന്നു എന്ന് വിശ്വസിച്ച് അണ്ണൻ സന്തോഷമായി തിരിച്ചു പോയിക്കോട്ടെ. അതിനുവേണ്ടി നമ്മളിപ്പോ നാടകം കളിക്കുന്നത് കൊണ്ടോ കള്ളം പറയുന്നത് കൊണ്ടോ ഒരു തെറ്റുമില്ല. 2 വഴിയേ നിന്റെ മുമ്പിലുള്ളൂ. ഒന്നുകിൽ നീ ഡാഡിയുടെ മുമ്പിൽ വെച്ച് മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുക. ഇല്ല, ഞാൻ വിവാഹം കഴിക്കില്ല. ഐ ഹേറ്റ് മെൻ. ஐயோ എന്നാൽ ഒരു 14 ദിവസം ഡാഡിയുടെ മുമ്പിൽ മറ്റൊരാളെ ഭർത്താവായി അഭിനയിപ്പിക്കുക. ഇതിലേതെങ്കിലും ഒന്നിന് തയ്യാറായേ പറ്റൂ. ஓகே, படத்தோட கான்செப்ட் லைட்டா புரியுதுன்னு.
இப்போ ட்ரெண்டிங்ல இருக்கடா இந்த டாபிக் எல்லாம். ஆமா ஆமா ஆமா. ஏய் தலை வட்டாப்ல. My brother drinking water. I know swimming. Dying. Drinking water. Jump. Oh my god. திருடன்னு நினைக்கிறவங்க. Yo. இருக்கலாம். Saipa jump. Saipa, my brother dying. Jump. ஆமாடா. அட்டம்ப்ட் அப்ரோச்ச பார்த்தா தெரியுது திட்டுப்பேன். എന്തോന്നാ സായിപ്പ ഇത് മര്യാദയ്ക്ക് കുളിക്കാനും സമ്മതിക്കല്ലേ ஸ்கூட்டியை சுட்டாரு. You stole my clothes. Hello, sir. What happened actually? What happened? ஐயோ. I reported the police. ஒரு லாயர். பட் ட்ரெஸ் ஆட்டே போட்டேன் பர்சன்ட். நான் ஸ்கூட்டி தான் ஆட்டே போடுறேன்னு நினைச்சேன். நானும் ஸ்கூட்டி எடுத்துட்டு வரேன்னு நினைச்சேன். ഈശ്വര സായിപ്പന്മാരിലുണ്ടോ ദരിദ്രവാസികൾ? பயங்கர எங்க இருக்காரு போ. இதான். ആഹാ എന്താ നടക്കണ സ്റ്റേഷനിലോട്ട് പോലീസ് സ്റ്റേഷനിൽ കിടക്കാൻ എന്തിനെ പിടിച്ചു പറ കിടത്തേന് പിടിച്ചു പറ ആര് എന്തായി പറയുന്നത് നീ അല്ലടാ സായിപ്പിന് തുണി മണം മോട്ടിച്ചത് തുണി പണോ മോഷ്ടിച്ചതോ പോക്കർത്തനം പറയരുത് നാളെ ഇല്ലാത്ത തെച്ച് സായിപ്പ് എന്തായാലും നീ മോട്ടിച്ചില്ലേ അല്ല എനിക്ക് അറിഞ്ഞോടാത്തോണ്ട് ചോദിക്കാ സാറിന് എന്താ ഇത്ര ദണ്ണം സായിപ്പ് സാറിന് അളിയനെ മറ്റാണോ നീ കാണിച്ച പോകരുത്തതിന് തല്ലുകൊണ്ടത് എനിക്കാ എന്തിനാ തല്ലാൻ ഭാഗത്തിൽ ചെവിടും കൊണ്ട് സായിപ്പിന് മുമ്പിൽ ചെന്ന് നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ടാൽ ഇനി അടി കിട്ടും അത്ര ദണ്ണം ഉണ്ടെങ്കിൽ ദാണ്ടെ സായിപ്പിന് കൊണ്ട് ചെന്ന് കൊടുത്താട്ടെ അണ്ണോ கூட்டி கலவாணி பாவனுக்கு 2 பேரும். അണ്ണോ ഈ അണ്ണൻ എവിടെ പോയി അല്ല അങ്ങനെ പോയാലോ പോയി നോക്കട്ടെ ശരിയാവോന്ന് അവിടെ നിൽക്കണ കള്ള എന്താ വിളിച്ചേ കള്ളാന്ന് ആ അതെ കള്ളം തന്നെ മോഷ്ടിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുന്നത് താന്റെ പൈസ വല്ലതും ഉണ്ടോ ഒരു പിന്നെ ഇല്ല അതെ എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട് സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് താ ഇല്ലെങ്കിൽ ഉള്ള സ്ഥലം പറഞ്ഞാ ഞാൻ പോയി മോഷ്ടിച്ചോളാം ഇനി അഥവാ ആരെങ്കിലും കൊന്നിട്ട് കിട്ടുമെങ്കിൽ അത് പറഞ്ഞാ ഇതൊന്നും പറയാൻ പറ്റൂല്ലെങ്കിൽ മിണ്ടായിരിക്കണം കേട്ടാ ஐயோ. ഇന്നലെ താൻ എന്ത് ചെയ്യും താൻ 10,000 രൂപ മോഷ്ടിക്കാൻ നടക്കുന്ന കള്ളനാണെന്ന് ഞാൻ പോലീസ് റിപ്പോർട്ട് ചെയ്യും ഇയാൾ ഇത് എവിടുന്ന് വരുന്നു ഏതെങ്കിലും കള്ളം പറഞ്ഞുകൊണ്ട് നടക്കൂ ഞാൻ 10,000 രൂപ മോഷ്ടിക്കാൻ നടക്കാണെന്ന് പോലീസുകാർ തനിക്ക് വട്ടാണെന്ന് പറയും അപ്പൊ താൻ കള്ളനല്ലെന്നാണോ പറയുന്നത് ഞാൻ കള്ളനാവോ അല്ലാതിരിക്കോ ചെയ്യും എനിക്ക് 10,000 രൂപയുടെ ആവശ്യമുണ്ട് ഇയാൾക്ക് ഇപ്പൊ എന്തോ വേണ്ടത് അപ്പോ 10,000 രൂപയ്ക്ക് വേണ്ടി താൻ എന്തും ചെയ്യുവോ എന്തും ചെയ്യുമെന്ന് ചോദിച്ചാ മാന്യമായ എന്തും മോഷണം മാന്യമായ പണിയാണോ அதானே அதான் நினைச்சேன். മിനക്കെടുത്താ എടോ അവിടെ നിൽക്കണോ ഒരു കാര്യം പറയട്ടോ ഇത് വലിയ കഷ്ടമായല്ലോ ദേ ഒരു കാര്യം പറയാം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ രൂപ அப்பவே லிமிட்ங்கற வேர்ட்ல രൂപ ഞാൻ തരാം തരുമോ 10,000 രൂപ ഇയാൾ എന്തിനാ എനിക്ക് ചുമ്മാ ഇരുന്ന് ചുമ്മാ തലക്ക് അല്പം വട്ടുള്ളതുകൊണ്ട് അപ്പൊ അറിയാല്ലേ ഞാൻ വിചാരിച്ചു എടോ പണിയുണ്ടെന്ന് എന്ത് പണി തനിക്ക് അഭിനയിക്കാൻ അറിയാവോ നാളെ മുതൽ 15 ദിവസം ഒരു പെൺകുട്ടിയുടെ ഭർത്താവായിട്ട് താൻ അഭിനയിക്കണം നാടകത്തില് അല്ല ജീവിതത്തില് സത്യമായിട്ടും ഇയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ദിവസം 1000 രൂപ വെച്ച് തരും 15 ദിവസം அப்ப 15,000. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും കൂടുതൽ പണം കിട്ടുന്ന ഒരു തൊഴില് തനിക്ക് വേറെ എവിടെ കിട്ടും ഭർത്താവായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഒരുമാതിരി ബോറൻ പണിയാ പിന്നെ ഇയാളുടെ പറച്ചില് കേട്ടിട്ട് നേരെ ചൊവ്വയുള്ള പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവസാനം താനെ വല്ല കുഴിയിലും കൊണ്ട് ചാടിക്കോ ഞാൻ കാര്യങ്ങൾ വിസ്തരിച്ച് പറയാം എന്നിട്ട് തനിക്ക് സമ്മതമാണെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി എന്താ ഇങ്ങോട്ട് മാറിയെന്ന് ഇങ്ങോട്ട് മാറിയിരിക്കാൻ சைஸ் பண்றேன். ஜட்ஜ் பண்றாரு. சைஸ் அப். ஓ இது தமிழ் மூவில ஒரு இடத்துல இருக்கா அதானே. ഇതാ മുഴത്താലി അയ്യേ ഇവനാണോ എന്നെ കൊണ്ട് വയ്യ ഒരു കാര്യം പറഞ്ഞേക്കാം അവൻ ഇവനെന്നൊക്കെ വിളിക്കാൻ എന്നെ ഈ വീട്ടിൽ വേലയ്ക്ക് കൊണ്ടുവന്നൊന്നുമല്ല പിന്നെ താൻ എന്നെ പെണ്ണ് കാണാൻ വന്നാണോ നിന്നെയൊക്കെ കാണുന്നതിന് പെണ്ണ് കാണലല്ല പറയേണ്ടത് ആണ് കാണലെന്നാ ஆடு காடு. പറയൊന്നും വേണ്ട ഞാൻ പൊയ്ക്കോളാം പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ സാധനത്തിനെ മര്യാദയ്ക്ക് വളർത്തണം അല്ലെങ്കിൽ ഈണ്ടിരിക്കും ഞാൻ പോവാ അവിടെ നിൽക്കേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ചേർത്ത് ആ ദിവസം 1000 രൂപ കൈ തരുന്നത് തന്നോട് എനിക്ക് പറയട്ടെ ഞാൻ ഇരുന്നോളാം ഇരിക്കേ ഇരിക്കും മോനെ ഇരിക്കും മോനെ ഇരിക്കേ വാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കഷ്ടപ്പെടാവുന്നതിന്റെ അങ്ങേയറ്റം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ഒരു സാധനമാണ് നീ ആയിട്ടതില്ല ഓ സിമിലർ ലുക്ക് കാ ഞാൻ അങ്ങനെ ഇങ്ങ് വരും നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഒരു 2 ആഴ്ച അയാളെ കണ്ട ഡാഡി വിശ്വസിക്കോ അത് ഞാൻ ഈ കോലമൊക്കെ മാറ്റി അവനെ കുട്ടപ്പനാക്കി എടുക്കൂലേ குப்பன். ഓക്കെ நல்ல ஒரு மாமா. எல்லாருமே டக்கின் பண்ணிருக்காங்க. ஓ நோ. பாத்துருக்க நீ
பார்த்த மாதிரி இருக்கு. How are you, my girl? അണ്ണാ വിഷ്ണു Oh, nice to meet you. നമുക്ക് നീങ്ങ അണ്ണാ. ലഗേജ് വരട്ടടോ. പിന്നെ ഐ ഹാവ് ടു ടെൽ യു വൺ തിങ്. നമ്മൾ ഇന്ന് തന്നെ മംഗല്യപ്പുഴയിലേക്ക് പോകും. ഓ. അവിടെ ആവട്ടെ എന്റെ വെക്കേഷൻ. ഓ. കം ഓൺ. ரைட்டு. அதனாலதான் சொல்றது இதுவரைக்கும் தம்பரா 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 வந்தாச்சு. ആര്? தம்பரா வந்தாச்சு. അമ്മാമയാ? ஆமா தம்பரான்னு தம்பரா பொண்ணும் மாப்பிள்ளையும் சேர்ந்து வந்திருக்கீங்க. அப்படியான இந்த காரியம் ഓ, தம்புராங்கிட்ட கேட்டு சொல்றேன். വേണ്ട വേണ്ട വേണ്ട, അമ്മാമയോട് ഒന്നും പറയണ്ട. ഞാൻ കാര്യങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്ത് തീരുമാനം എടുത്തതിന് ശേഷം വന്ന് പറയാം. சரி அப்படியே ஆகட்டும். വാടാ മുരുക. இப்ப அந்த பையனை ஒரு பாத்துருக்காரு கரெக்டா? വല്ല കാര്യം. ஆமா. குத்து விளக்கோட கூட்டு வராங்கப்பா. நம்ம ட்ரெடிஷன்ல இருக்காங்க. ஒருவேளை இவரு அவனை ஓட விட்டுட்டாரோ? Probably. ആമാക്കാ, ഞാൻ യോസിക്കவே ഇല്ല. നിക്ക് 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 നിക്ക്. എവിടെ ഭർത്താവ്? എവിടെ ഭർത്താവ്? എവിടെ ആരുടെ ഭർത്താവ്? ഇവളുടെ ഭർത്താവ്? എവിടെ ഭർത്താവ് ദേ നിൽക്കുന്നു. ഇത്? ഇത് ഇവളുടെ ഭർത്താവോ? എന്താണോ വെട്ടിച്ചിരിക്കുന്നത്? ஆனா இவர் ஒத்துக்க முடியாதுல்ல இவரு. നിനക്കെന്താ ഇവിടെ കാര്യം? ஆமா. പോടാ വെളിയില്. ഓ, അമ്മാമേ, കാസ്റ്റ്. ഇതിൽ എന്തോ കുനഷ്ടുണ്ടെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഇവള് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്കറിയാം. അവനല്ല ഇവൻ, ഇവനല്ല അവൻ. ഇവര് കല്യാണം കഴിച്ചിട്ടില്ല. താൻ എന്താണോ ഈ പറയുന്നത്? അമ്മാമയ്ക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ அண்ணா கல்யாணம் കഴിപ്പിച്ച എന്നെക്കാളും കല്യാണം കഴിച്ച ഇവളെക്കാളും നിശ്ചയം എവനാ. ஆ. അയ്യോ, മനുഷ്യന്മാർ ഇങ്ങനെയൊന്നും പറയോ? അന്ന് നീയല്ലേ എനിക്ക് മറ്റവനെ പരിചയപ്പെടുത്തി തന്നത്. ആരെ പരിചയപ്പെടുത്തി? നിന്നോട് ഞാൻ സംസാരിച്ചിട്ടില്ല. അവള് പറയട്ടെ. അതാ അവള് ஆ, പറയട്ടെ. நீ சொன்னது നീ correct ആരെയും தான் போலக்கா. പരിചയപ്പെടുത്തിയോ? കണ്ടോ? അന്ന് മനുഷ്യൻ തലയ്ക്ക് സ്ഥിരമില്ലാണ്ടായാലും ഇപ്പൊ എന്താ ചെയ്യും? തനിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഇത് ഞാൻ തെളിയിക്കും. പൂ പോലെ പുഷ്പം പോലെ ഞാൻ பூ போல. சட்டத்தை full. മനസ്സിലായോ? என்னதுடா வெட்டி? നിങ്ങൾ പോയി വിശ്രമിക്കും. ആ, ചെല്ല്. കൈമളെ, ഞാനും ഒന്ന് കുളിച്ച് റെഡിയാവാ. ആ, അകത്തേക്ക് ചെല്ല്. കൈമളെ സത്യം പറയണം. ഇതിലെന്തോ ചുറ്റിക്കളിയില്ലേ? അവൻ കള്ള ഭർത്താവല്ലേ? അമ്മാമയെ പറ്റിക്കാനും എന്റെ തമ്പുരാൻ പദവി തെറിപ്പിക്കാനുള്ള തന്റെ വേലയല്ലേ ഇതെല്ലാം? സത്യം പറയണം. அடிக்க போறேன். പറയണോ? പറയണം. വേണോ? കംപ്ലീറ്റ് കള്ളത്തരവാ. கம்ப்ளீட் கலத்தரமா? நைஸ் டயலாக். കംപ്ലീറ്റ് കലത്തരമാ. ഇത് ഞാൻ തെളിയിക്കും. തമ്പുരാൻ ആവേണ്ടത് എന്റെ ആവശ്യമായി പോയില്ലേ? ഓ, വിളക്ക്. அச்சோ. ஆனா நம்ம லாலேட்டனோட பேக்ரவுண்ட் இது வரைக்கும் காட்டல. നല്ല രുചിയുണ്ടല്ലേ? அதான் காட்டல. കുറച്ച് വേണം. സത്യം പറയാമല്ലോ കൈമളെ, എനിക്ക് സന്തോഷായി. എന്റെ മോളോട് ഞാൻ ചെയ്ത തെറ്റിന് എന്ത് പ്രായശ്ചിത്താണ് ഞാൻ ചെയ്യേണ്ടത്? അണ്ണൻ ഒന്നും ചെയ്യണ്ട. അണ്ണന്റെ ഈ ലാസ്റ്റ് ഹോളിഡേസ് ആഘോഷമാക്കി അണ്ണൻ തിരിച്ചേ. பைசா பைசா கேக்குறாரு. எப்ப கொடுக்குற? കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്നാ പോയി കിടന്നോളൂ. എന്നാ പിന്നെ ഞാനും ഒന്ന് ചെരിയട്ടെ. നമ്മുടെ പരദൂഷണവും പുളുവും ഒക്കെ നാളെ കാലത്താവാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. இவங்க அழகா இருக்காங்கடா பயங்கரமா. பயங்கர அழகு. ஒரு ஸ்ட்ராங் ஃபீச்சர்ஸ் இல்ல, ஃபேஸ், கண்ணு. മോളെ, എനിക്കിഷ്ടായി മോളെ, ഉം. വളരെ ഇഷ്ടായി. അന്തസ്സും ആഭിജാത്യവും സൗന്ദര്യവുമുള്ള ഒരു മരുമോനെ തന്നെയാ ഉം. മോളെ എനിക്ക് തന്നത്. മോളെ ഡാഡി ഒരുപാട് വേദനിപ്പിച്ചു. ഡാഡിയോട് ക്ഷമിക്കണം. டாடி ஒரு நல்லது பண்ணியிருக்காரு. അയ്യേ, அதான் കല്യാണം കഴിഞ്ഞെങ്കിലും നീ ഇപ്പോഴും എന്റെ കൊച്ചു കല്യാണിക്കുട്ടി തന്നെ അല്ലേ? கேஷ் என்ற சவுண்ட் வருது பாரு. அதான். 1000 ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാ പോരാ, ഞാൻ എണ്ണി നോക്കട്ടെ. ആ, നോക്ക്. 9 ഉള്ളൂ. ആദ്യം എണ്ണാൻ പഠിക്കേ. ആ, എന്നാ ഇത് വേണ്ട. എന്താ ഇതില് ഒരു ഓട്ട. ഇത് ഞാനിവിടെ അടിക്കുന്നൊന്നും അല്ല. ചിലപ്പോ ഓട്ടയെ കാണും. ചെല്ല്, ഞാനൊന്ന് ചോദിക്കട്ടെ, ചോദിച്ചാ മതി. ஓ. ഈ നക്കാപ്പിച്ച ഇടപാടിന് പോകാതെ ആ. ഒരു 5000മോ ഓ, ഒരു 10,000മോ ഒരുമിച്ച് ഇങ്ങോട്ട് തന്നാൽ ഞാൻ എപ്പോഴും കാശ് കാശ് എന്ന് പറഞ്ഞുകൊണ്ട് കൈമൾ സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. ബുദ്ധിമുട്ടൊക്കെ ഞാൻ സഹിച്ചോളാം. തൽക്കാലം ചെല്ലേ. ഞാൻ പോയിക്കോളാം. ആ. ഞാൻ പറയുന്നത് ഒരു 5000 10,000 ഒരുമിച്ച് തന്നാലേ. മുങ്ങാൻ സൗകര്യമാണല്ലോ. അയ്യേ, ആ. അല്ല, ഞാൻ പറയുന്നത് മനസ്സിലായി? ഒരു 5,000 10,000 ഒരുമിച്ച് തന്നാലേ ഞാൻ എപ്പോഴും സാറിനെ ബുദ്ധിമുട്ട് അങ്ങോട്ട് ഇറങ്ങാം. അല്ല ഞാൻ இவரு தனி ரூமா இல்ல அவங்க கூடயே தான் போல. ஆமா, அவங்க கூடயே. ஐயோ, മോളെ കല്യാണി, அப்பவே இந்த கான்செப்ட்ல ஹேண்டில் பண்ணிருக்காங்க வர. പാല് വേണോ? அதான்டா. പാലും വേണ്ട, പഞ്ചാരയും വേണ്ട. അപ്പച്ചി പോയി കിടന്നോളൂ. അത്രയ്ക്ക് സുഖമൊന്നും വേണ്ട. அச்சோ அச்சோ. അങ്ങനെ ഇപ്പം ഔ! പൊടി കോലം. പന്നി പോടാ, കാലമാടാ. പൊടി കൊരങ്ങി குரங்கி. പന്നി നിന്റെ അമ്മൂമ്മ இவங்க என்ன போய் எட்டி பார்த்துட்டு இருக்காங்க. அதானே. പോടാ, തെണ്ടി. ചൂലേ
ஹீட் இருக்கு பாருங்க. ம். என்ன எல்லா சவுண்டும் வருது. அதான் வேணும்னே விடுறாருப்பா. அடிச்சுண்ட என்ன கொட்டாய் பாரு. அதுதானே. ஐயோ இது இது ഞാനാ எட்டி பாக்குறியப்பா. மனா கட்டா. ഇത് ഞാനല്ല മുരുക. இந்த டைலாக் அப்பயே இருந்திருக்கு பாரு. ദാ മാത്രേ ஆமா. പോമ്പ്ര എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നടാ. ആ എരപ്പയല്ല അവളുടെ ഭർത്താവ് എന്ന് തെളിയിക്കാൻ എന്താണ്ടാ ഒരു വഴി? വഴി ചൊല്ലിക്കൊടുത്താല് തമ്പ്രാനൊക്കെ പളനി പോയി മുടി മുറിക്കാനൊക്കെ കാശ് തരുമാ. அவருக்கு இன்னும் தராம இருக்காருப்பா. വഴി കൊള്ളാമെങ്കിൽ മുടിയല്ല നിന്റെ തല വെട്ടാനുള്ള കാശ് ഞാൻ തരാം. നാഗരാജാവാണ് സത്യം. தலை வெட்டுறாங்களா? தம்ப்ரான் கிட்ட போட்டம் பிடிக்கிற என்ஜின் இருக்கா? ക്യാമറയാ அப்படின்னாலு ராத்திரி அவங்க வெவ்வேற படுக்கிற இல்லையா, പടുക്കുന്നത് அதோட ஒரு போட்டம் பிடிச்சு ഓട്ടം പിടിച്ച് பெரிய தம்புரானை காட்டு. எப்படி? ஸ்டோரி மொத்தம் முடிச்சு பார்க்க போறான். ഐഡിയ ഒരളവുക്ക് പറവായില്ല. இது யாரா அது? ஓ குஞ்சாணி. ட்ரைபல் அந்த கேറി வா மூப்பா. கேரளால தமிழ் ஸ்பீக்கிங் ட்ரைபல்ஸா? தெரியலையே. பார்டர் മൗണ്ടൻ. വിഷ്ണു ദാ ഈ തായത്ത് കണ്ടോ? ഇവരുടെ തമ്പുരാനാക്കി എനിക്ക് ഇവരെ കെട്ടി തന്നിരിക്കുന്ന തായത്താണിത്. അതായത് അണ്ണന്റെ അച്ഛനപ്പന്മാരുടെ കാലം മുതൽ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു പദവിയാണത്. അതുകൊണ്ട് ഈ തറവാട്ടിൽ വിവാഹം നടന്നാൽ ഇവരുടെ ആചാരപ്രകാരം ചില കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാനുണ്ട്. ആ ചെയ്തോളൂ മൂപ്പ. தம்புரா நாகராஜா, ஓப்பா இனிமேல் இந்த தான் ஒரு பொண்ணு மேல தம்புரான். இருக்கிற பேயெல்லாம் இதை ஒரே அடியால தீர்த்திரு நாகராஜா. இப்ப இனிமேட் லாலிட்டு தானே தம்புரான். நீங்க உங்க வேலையே இந்த வடியாலே ஒரு அடி மொல்லமா அடிச்ச போறோம். எப்படி மொல்லமா? மொல்ல. ஐயோ இது மொல்லமா அடிச்சா இது போகாது. கை நீட்டு ஆடா பாவி. கை நீட்டு. ஐயோ. ஆடா பாவி. ആക്ച്വലി അടിച്ചാரு പോലപ്പാ. கண்ணு தண்ணி வந்துச்சு. ഇനി ഇതുപോലെ രസമുള്ള ആചാരം വല്ലതും ഉണ്ടോ? അടിക്കയോ തൊഴിക്കയോ? அடிக்கக்கூடாது. இப்ப அவங்க அடிக்கணும். அழிக்கணும். வைகுந்தேரம் கோயில்ல பாப்போம். ஒரே தம்புரா. அப்ப இவங்களுக்கு ரிட்டர்ன் எதுவும் கிடைக்காதா லேடிஸ்க்கு? அதானே சாயந்தரம் ஏதோ இருக்கு பெருசா. அதான் அப்ப பெருசா தான் இருக்கு. ஏன் இவ்வளவு வன்மத்தோட இருக்காரு இவரு? தெரியலையே. അയ്യോ. നമ്മൾ എത്ര മണിക്ക് അവിടെ പോകേണ്ടത്? 6 മണിക്ക്. ഇപ്പൊ മണി എത്ര? 3. അപ്പൊ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ട്. അല്ല നമ്മളൊരു സ്ഥലത്ത് പോകണമെന്ന് കറക്റ്റ് ആയിട്ട് പോയില്ലോ. വേണ്ടേ പண்றாரு അവര്. പറഞ്ഞു കേട്ടില്ലേ? അഴിക്കണ്ട കൊണ്ടുപോ. എവിടെ കിടന്ന് பாவம் பாவம் ரொம்ப டார்ச்சர் பண்ணிருக்காங்க பாவீங்களா. ദേവി ഏതാ അവിടെ? ദേവി அந்த ஹீரோயினை ஆக்சுவலாவே டார்ச்சர் பண்ணிருக்காரு அவரு. உங்க பாரு. ஐயோ അല്ല പിന്നെ ഒരു കാര്യം. போச்சு. അതെ ഈ ദേവി വളരെ ശക്തി ഉള്ളതാണോ? ആണെങ്കിൽ തനിക്കിപ്പോ എന്താ വേണ്ടേ? അയ്യോ ഒന്നും വേണ്ടായേ. അതല്ലേ ഭക്തി ഉള്ളതുകൊണ്ട് ചോദിച്ചു പോയതാണ്. என்ன பண்றாரு? പോയിട്ട് കാശ് പിടിക്കാൻ വന്നാൽ കൈ നീട്ട്. போச்சு இவருக்கு மாட்டிக்கிச்சு. அப்பா. എത്ര മനോഹരമായ ആചാരങ്ങൾ. ഇങ്ങനെ മനോഹരമായ ആചാരങ്ങൾ വൈകിട്ട് ഉണ്ടാവുമോ എന്തോ. ஸ்டூபிட். எனக்கு லாலேட்டோட பேக்ரவுண்ட் தெரிஞ்சுக்கணும்பா. வெயிட் பண்ணுடா. அதுக்குள்ளே காசுப்புறியே. இந்த கற்பூரம் கையில வச்சு கத்திக்கணும். அப்புறம் இந்த அம்மா உங்க கால விழுந்து இழிச்சாலே எங்களுக்கு நீங்க கல்யாணம் കഴിച്ച மாதிரி. കയ്യിൽ വെച്ചാ ഇത് പൊള്ളൂല്ലേ? താഴെ വീട് എഴുന്നേറ്റ് അവിടെ കളയാമല്ലോ. എനിക്ക് വയ്യ. எனக்கு வையா. ஃபேக் மேரேஜா? எந்திரிக்க மாட்டாங்கன்னு நினைக்கிறேன். മതി മതി മതി. മതി മോളെ മതി. എഴുന്നേക്ക്. ஓ ஆமா பழி வாங்குறாங்க. മതി 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 മതി. என்ன ஒரு நக்கல். ஆமா அடிச்சாருல அவரு சும்மா இல்லாம. இவர் ரெண்டு காலையும் பிடிச்சிக்கிச்சு. എനിക്ക് മതി. എത്ര മനോഹരം. മനോഹരം നിന്റെ அவங்களாச்சும் கையில அடிச்சாரு. நம்ம வந்துட்டானுங்க கேமரா எடுத்து. இந்த 2 பொண்ணுங்களுக்கு தானே கல்யாணம் நிச்சயமாச்சு. ஆமா ஆமா. அங்க வை மாட்டிக்கினாங்க. வீடு செம்மையா இருக்குல்ல ஆர்கிடெக்சர். போச்சு. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്വന്തം മകളും ഭർത്താവും അല്ലേ ഈ മുറി കിടന്ന് ഉറങ്ങുന്നത്? താൻ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. അമ്മ യഥാർത്ഥത്തിൽ സംഭവിച്ചു. ഫ്ലാഷ്
ഇറങ്ങടാ വെളിയിൽ. லாயர்ல இவரு ഈ വീട്ടിൽ നിന്നെ കണ്ടുപോകരുത്. സമരാ. செம்மையா இருக்கு பிளேஸ். ഇവിടെ എല്ലാം കാപ്പിത്തോട്ടങ്ങളായിരുന്നു. എന്താ അവിടെ? അച്ചച്ചോ. ഇവൾ ഇനിമേ തപ്പ് പണ മാട്ടാ, മன்னிச்சிடுங்க നാഗരാജാ. ആദിവാസികളുടെ ഒരു ചടങ്ങാണ്. തെറ്റാര് ചെയ്താലും പ്രായശ്ചിത്തമായി ഇവിടെ വന്ന് തല കൊണ്ട് 10 പ്രാവശ്യം മണിയടിക്കും. അത് കേട്ട് നാഗരാജാവ് വന്ന് മാപ്പ് കൊടുക്കും എന്നാണ് വിശ്വാസം. വിഷ്ണു, എന്താ വിഷ്ണുവിന്റെ മുഖത്തൊരു വിഷാദം? എനിക്ക് നാട്ടിലൊന്ന് പോണമായിരുന്നു. എന്റെ ഒരേ ഒരു അമ്മാവന്റെ ഒരേ ഒരു മകളുടെ വിവാഹമാണ്. ഓഹോ, നാട്ടിൽ നിന്ന് കത്ത് വന്നു. ഒരു 15,000 രൂപ വേണം. നാട്ടിൽ ചെന്ന ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കാം. ഇതാണോ വലിയ കാര്യം? 15,000 രൂപയ്ക്ക് വേണ്ടി നാട്ടിൽ പോണമെന്നില്ല, ഞാൻ തരാം. അയ്യോ ഡാഡി, അത് Don't be silly. Come on. நேக்கா ப்ளே பண்ணிட்டாரு. அதான். அப்ப ஆல்ரெடி வாங்கின 1000. ഒരു 20,000 ഇരുന്നോട്ടെ. അവർക്ക് വേറെ വല്ല അത്യാവശ്യമുണ്ടെങ്കിലോ? ഒരു കല്യാണ വീടല്ലേ, പല ചെലവും ഉണ്ടാവും. 15,000 മതിയെന്നാ പറഞ്ഞത്. പക്ഷെ നമുക്കൊരു 20,000 അയക്കാം. അങ്കിളിന് വേണമെങ്കിൽ ഞാൻ എന്റെ அப்ப ஏதோ ஒரு கடன்லாம் ഞാൻ வாங்கல. തരുന്നത് നിന്റെ പണമാണ് മോനെ. അല്ല ഞാൻ നമുക്കിടയിൽ എന്തിനാ ഫോർമാലിറ്റീസ്? അത് ശരിയാ. அப்ப ஒரு கடன் வாங்கலப்பா, இவர் கெட்டவர் தான் போல. അപ്പച്ചി, കൈമളങ്ങൾ വന്നോ? അയാൾ പോസ്റ്റ് ഓഫീസിൽ അങ്ങോട്ട് പോയതല്ലേ? ആ, എന്താ കാര്യം? ഒന്നുമില്ല. ഒന്നും ഇല്ലാതെ ഒന്നുമല്ല. 20,000 രൂപയുണ്ട്. അപ്പൊ ഞാൻ ബാങ്ക് വരെ പോയി ടി അയച്ചിട്ട് ഉടനെ വന്നേക്കാം. കൈമളങ്ങൾ വന്നിട്ട് പോരെ. കൈമളങ്ങള് വരുന്നവരെ കാത്തിരുന്നാല് ബാങ്ക് അടച്ചു പോയാൽ കല്യാണം. വേഗം ചെന്ന് പണം അയക്ക്. ഞാൻ എങ്ങോട്ടാ പണമൊക്കെ ആയിട്ട്? വിഷ്ണുവിന്റെ അമ്മാവന് കുറച്ച് കാശ് അയക്കണമെന്ന് പറഞ്ഞ് എഴുത്തു വന്നുത്രേ. ഞാനത് കൊടുത്തു. ഞാൻ ബാങ്കിൽ പോയി ടി അയച്ചിട്ട് ഉടനെ വന്നേക്കാം. എന്താ എന്താ എന്താടോ? ഇതാ ഞാൻ പറഞ്ഞത്, വിഷ്ണുവിന് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന്. എടുത്ത് ഞാനും വായിച്ചതാണല്ലോ. തനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ പണം ഞാനും അയച്ചു. ஓ ப்ளே பண்ணிட்டாரு. ஆஹா, லாயர்ல. അഡ്രസ് എഴുത്തുണ്ടായിരുന്നല്ലേ? അതെ, പക്ഷെ അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് നമ്പർ എഴുത്തുണ്ടായിരുന്നല്ലോ. അപ്പൊ പണം അങ്ങ് എത്തുമല്ലേ? ஆஹா. ரைட். ഈ കൈമളൊരു വല്ലാത്ത ആള് തന്നെ അല്ലേ? എല്ലാത്തും നല്ല പറയേണ്ടത്. എന്തായാലും വിഷ്ണുവിന് സമാധാനമായല്ലോ അല്ലേ? ആയി. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിച്ച് കടനെ കുറിച്ച് പൊളിച്ചോളയും. ഞാൻ ആ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹം മനസ്സിലായോ? കൊള്ളൻ. பொடி. ஆக்சுவல் பேர் அந்த கெமிஸ்ட்ரி இருக்குப்பா. ஆ, Kind of toxic, பயங்கர but, நீட் இருக்கு. ஆமா பயங்கர நீட் இருக்கு அவருக்கு. ചേട്ടൻ തെറ്റിദ്ധരിക്കരുത്. എന്റെ മോൻ ഒരു പാവം ചെറുക്കനാ. കയ്യിലിരിപ്പ് മുഴുവൻ പോക്കത്തരമാ. തിന്ന ചോറിന് നന്ദി ഉള്ളതുകൊണ്ട് പറയാ. കല്യാണിയും ഭർത്താവും തമ്മിൽ എന്നും മുട്ടം വഴക്ക. അതെന്താ കാര്യം അറിഞ്ഞ് ചേട്ടനോടൊന്നും അത് പറയാൻ വേണ്ടിയാ അവൻ ആ വാദിക്ക് ചെന്ന് നിന്നത്. നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട. ആ, എന്റെ മോളെയും വിഷ്ണുവിനെയും നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വെച്ച് ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. അയ്യോ, കല്യാണി എന്റെ മോളെ പോലെയാ. ദേ, ഇവളെ പോലെയാ. അമ്മാമ്മയ്ക്ക് ഇവിടെ നടക്കുന്ന ഒന്നും അറിയില്ല. ഞങ്ങൾ ദിവസം കേൾക്കുന്നതാ. ദേ, ഇന്ന് രാത്രിയിൽ അവര് മുറിക്കുള്ളി കയറിയ ശേഷം ചേട്ടാ ആ വാദിക്ക് ചെന്ന് നിൽക്കും. അപ്പൊ കേക്കാം അവിടെ നടക്കുന്ന പൂരം. എന്നിട്ട് ഞങ്ങളെ വിശ്വസിച്ചാ മതി. പണി. இவருக்கு தெரிஞ்சிருச்சு, சொல்லிட போறாரு. இன்ஃபார்ம் பண்ணி ஆகணுமா? ഒന്ന് വേഗം വരുന്നുണ്ടോ? செமினிமே ட்ரை பண்ணிட்டு இருக்கேன். ஐயோ. തനിക്ക് എന്താടോ വട്ടുണ്ടോ? ഈശ്വരാ, ഇങ്ങനെ ഒരു പ്രാന്തം വായി നോക്കിയാണല്ലോ എനിക്ക് കിട്ടിയത്. പ്രാന്തമായി നോക്കി നിന്റെ അച്ഛേ. ദേ, അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, idiot, bloody fool, good for nothing monkey. എന്താ വന്നു. ഗുഡ് ഫോർ നത്തിങ് മക്കി. ഇതാ വന്നു. ഇവള് സാറിന്റെ പേര് ഓരോന്നായിട്ട് വിളിച്ചു കൂവുന്നു. ഇഡിയേറ്റ്, ഫൂൾ, മങ്കി, പിന്നെന്താ? അതേടാ, ഞാൻ അതൊക്കെയാ. അല്ലെ പിന്നെ ചെറ്റ ഏർപ്പാടേം ചെയ്യൂലായിരുന്നല്ലോ. നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഇനി എന്ത് ചെയ്യണേലും എക്സ്ട്രാ കാശ് വേറെ തരണം. തരാം. 1,00,000 രൂപ റെഡി കാശ് കൈ തരാം. തമാശ പറയണ്ട. തമാശ അല്ല, സത്യം. സത്യം. വെറുതെ മോഹിപ്പിക്കരുത്. ഇല്ല. എന്നാ പറ. ആ കൈ കൊടുത്തിട്ട് ഞെക്കി കൊല്ലാൻ. ഇപ്പഴാ? നിനക്ക് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം അത് തന്നെ. നിന്റെ സുഖത്തിന് വേണ്ടി അല്ല ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. മനസ്സിലായി. ആ മനുഷ്യനുള്ള സ്നേഹം കൊണ്ടാ. അതെ, അദ്ദേഹത്തിന് കണ്ണിന് കാണാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ. അത്ര ഇങ്ങനെ ചാടാൻ ഇപ്പൊ ഇവിടെ എന്തോണ്ടായി? എന്തോ ഉണ്ടായിരുന്നോ? നിങ്ങൾ തമ്മിലുള്ള ഉടക്കൊക്കെ അങ്ങനെ അറിഞ്ഞു. അങ്കിൾ, ആ വീപ്പക്കുറ്റി തള്ളയും കൂടെ എല്ലാം ചെന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ ഭാഗ്യം കൊണ്ട് ഞാനത് കേട്ടു. രാത്രി ചെക്കിംഗ് ഉണ്ട്. രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താ? അയ്യോ അയ്യോ. കരളെ ഉരുളെ. ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലൊരു. എന്റെ ഡാഡിക്ക് പോലും ഏട്ടനെ എന്ത് ഇഷ്ടമാണെന്ന്. കഴിവറുടെ മോളെ, അത്രേ നല്ലവനായ ഒരു ഡാഡിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പെരുമ, പ്രൗഡ് ഡാഡി. എല്ലാം കൊണ്ടും ഞാൻ ഭാഗ്യവതിയാണ്. നിനക്ക്
ഞാനൊരു ഉമ്മ തരട്ടെ? അയ്യേ ഇപ്പൊ വേണ്ട. യ്യ. നിന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കാൻ ഞാൻ എന്ത് പൂർവ്വജന്മ സുഹൃതമാണ് ചെയ്തത്? എല്ലാം എന്റെ ഭാഗ്യമാണ് ഏട്ടാ. ഭാഗ്യമാണ് ഏട്ടാ. വളരെ രാത്രിയായി, നമുക്ക് ഉറങ്ങാം. അണ്ണൻ എന്തായി പറയുന്നത്? അവര് തമ്മിൽ ഒരു രസക്കുറവില്ല. പിന്നെ ചട്ടിയും കലമാവുമ്പോ തട്ടിയും മുട്ടൊക്കെ ഇരിക്കും. അത്ര കാര്യമാക്കാനുണ്ടോ? അതല്ല, ചില അഡ്ജസ്റ്റ്മെന്റ് അവരെന്റെ മുന്നിൽ ചെയ്യുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം. സന്ദേഹം இருக்குப்பா. അവൻ നല്ല പയ്യനാണെന്നുള്ള കാര്യത്തിൽ അണ്ണന് സംശയമൊന്നുമില്ലല്ലോ. അതല്ല കൈമളെ, അണ്ണൻ സ്നേഹമുള്ളിടത്തെ ഇണക്കവും പിണക്കവും പരിഭവവും ഒക്കെ ഉണ്ടാവും. അണ്ണൻ അടുത്തുള്ളപ്പോ അവര് ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം. അതെന്താ? അണ്ണന്റെ മുമ്പ് വെച്ച് കെട്ടിപ്പിടിക്കാനും ഡാൻസ് ചെയ്യാനൊക്കെ അണ്ണന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു. അവര് പുറത്തു പോകുമ്പോ അവരറിയാതെ പുറകെ പോയാൽ മതി. അണ്ണാ സിനിമയെ കാണുന്ന മാതിരിയാ, ആട്ടവും പാട്ടും കൂത്തും കൊഞ്ചലും കുഴയലും. നമുക്ക് തന്നെ നാണാവും. അന്ന് കാണും. എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു. மாமா தப்பு மாமா. ஓகே கைஸ், நம்ம வந்து பார்ட் 1 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 2ல சந்திப்போம். நன்றி, வணக்கம். பாய் பாய்.